ടോക്സിക്കിൻ്റെ ടീസറിൽ യഷിന് ഓർഗാസം ഉണ്ടായപ്പോൾ ആക്ച്വലി ആ ശ്മശാനത്തിൽ വെടിപൊട്ടിയതിൻ്റെ കൂടെ വേറെ രണ്ട് കാര്യങ്ങൾ കൂടെ സംഭവിച്ചു. ഒന്ന്, പൊട്ടാൻ വേണ്ടി കാത്തിരുന്ന കുറേ ഫ്രജൈൽ മെയിൽ ഈഗോ കുരുക്കളുണ്ട്, അതങ്ങ് പൊട്ടി, കൂട്ടത്തോടെ പൊട്ടി. രണ്ട്, ഫെമിനിസത്തിലെ ചില ഫ്ലോസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ യു ക്യാൻ കോൾ ഡബിൾ സ്റ്റാൻഡേർഡ്സ്, അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായി. ദാറ്റ് ഓൾസോ ഗോട്ട് എക്സ്പോസ്ഡ് ആക്ച്വലി. ഒന്നാമത് പറയുന്ന കാര്യം തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും റെലവൻറ്റ്. ഒരു ഉളുപ്പും ഇല്ലാത്ത സോഷ്യൽ മീഡിയ വിളയാട്ടമായിരുന്നു നമ്മൾ കുറേ അണ്ണന്മാരുടെ സൈഡിൽ നിന്ന് കണ്ടത്. ടോക്സിക് ടീസർ ഇറങ്ങിയ സമയത്തുള്ള പാർവതി തിരുവോത്തിൻ്റെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഇവന്മാരുടെ തോന്നിവാസം എന്തായിരുന്നു എന്നുള്ളത്. ഈ മെഴുകൽ എന്ന് പറയുന്നത് പുരുഷവർഗത്തിന് തന്നെ ഒരു നാണക്കേടാണ് ആക്ച്വലി. കസബയിലെ ഒരു സീനിനെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് 10 വർഷത്തിനിപ്പുറവും അതേ പകയോടെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരു തരം ചീപ്പ് മെൻറ്റാലിറ്റിയാണ് ഇത് കാണിക്കുന്നത്. ആൻഡ് കസബയ്ക്ക് ശേഷം പാർവതി മമ്മൂക്കയുടെ അവാർഡ് വാങ്ങിച്ചു, മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിച്ചു. എന്നിട്ടും ഫാൻസ് എന്ന് പറയുന്ന കുറേ കോമാളികൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. ആൻഡ് കസബയുടെ സംവിധായകൻ്റെ അടുത്തുനിന്ന് പോലും വളരെ ഇമ്മച്ചുവായിട്ടുള്ള റെസ്പോൺസാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ക്രിറ്റിസിസത്തിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാതെ ഇപ്പോഴും ഇതേപോലത്തെ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ അതിനെതിരെ ഒരു സ്റ്റോറിയോ സ്റ്റാറ്റസോ ഇട്ട് പ്രതികരിക്കുന്ന രീതിയിലുള്ള വളരെ ഇമ്മച്ചുറായിട്ടുള്ളൊരു ബിഹേവിയറാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. അതുകൊട്ടെ ഈ തിളയ്ക്കുന്നവന്മാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കേവലം ഷെയ്മിങ് മാത്രമാണ്. അതായത് ഒരു മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ നിലവിലുള്ള വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം സ്ത്രീകൾക്കെതിരെയുള്ള അസഹിഷ്ണുത മാത്രമാണ് ഇവരുടെ ഡ്രൈവിംഗ് ഇമോഷൻ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇവർക്ക് ഈ തിളയ്ക്കുന്നവന്മാർക്ക് യാതൊരു വിധത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയോ അല്ലെങ്കിൽ മോറൽ വാല്യൂസോ ഒന്നുമില്ല. അല്ല, അത് പ്രതീക്ഷിക്കുന്നുമില്ല. യാതൊരുവിധ സാമൂഹിക ചരിത്രബോധവും ഇല്ലാതെ പെരുമാറുന്നത് കൊണ്ടാണ് ഈ വക കാര്യങ്ങളിൽ കേവലം മോബ് മെൻറ്റാലിറ്റിയോടെ മാത്രം ഇവർക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഇത്. ഇനി രണ്ടാമത്തെ കാര്യം, ടോക്സിക് ടീസറിലെ ചൂടൻ രംഗങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീവിരുദ്ധമല്ല അല്ലെങ്കിൽ അതിൽ മിസോജിനിസ്റ്റിക് ആയിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റ് ഇല്ല എന്ന് പറയുന്ന ഫെമിനിസ്റ്റുകളുടെ ഭാഗത്തെ പറ്റിയാണ്. ആക്ച്വലി കസബയിലേതുപോലെ ഒരു നോൺ കൺസെൻഷ്വൽ ആയിട്ടുള്ളൊരു രംഗത്തെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ മാത്രമല്ല അതിൽ സ്ത്രീവിരുദ്ധമായിട്ടുള്ളൊരു ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാകുന്നത്. ഇവിടെ ഈ ടീസറിൽ കാണിച്ചിരിക്കുന്നത് മെയിൽ ഡോമിനൻസിൻ്റെ ഒരു ഗ്ലോറിഫിക്കേഷൻ ആണ്. യാഷിൻ്റെ ഇൻട്രോ ആണ് സിനിമയിൽ കാണിക്കുന്നത്, അല്ല ഈ ടീസറിൽ കാണിക്കുന്നത്. അപ്പം അത് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ടൂളായിട്ടാണ് അവിടെ ഒരു കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്ഷൽ രംഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവിടെ അതിന് യാതൊരുവിധ എന്താ പറയുക, വിമൻ ഒരു സ്ത്രീയുടെ സെക്ഷൽ എക്സ്പ്രഷനോ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയുടെ എക്സ്പ്രഷനോ അങ്ങനത്തുള്ള യാതൊരു കോണ്ടെക്സ്റ്റും അവിടെ ഇല്ല. ദിസ് ഇസ് പ്യൂർലി സംതിങ് വിച്ച് സാറ്റിസ്ഫൈസ് ദ മെയിൽ ഗേസ്. അതിനപ്പുറത്തേക്ക് ഈ സീനിൽ യാതൊരുവിധ ആർട്ടിസ്റ്റിക് ആയിട്ടോ സിനിമാറ്റിക് ആയിട്ടോ ഉള്ളൊരു എക്സ്പ്രഷൻ ഇവിടെ ഇല്ല. ഇമാജിൻ ദിസ് സീൻ വാസ് ഷോട്ട് ഇൻ എ സന്ദീപ് വങ്ക റെഡ്ഡീസ് മൂവി. മെയിൽ ഗേസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ചിത്രീകരണം അത് സന്ദീപ് വങ്ക റെഡ്ഡിയുടെ മൂവിയിലായാലും ഗീതു മോഹൻദാസിൻ്റെ മൂവിയിലായാലും അതിൻ്റെ കോണ്ടെക്സ്റ്റിന് വെവ്വേറെ റൂൾസ് ഒന്നുമില്ല. ആൻഡ് ദ ഡാമേജ് ദാറ്റ് ഈസ് ഈക്വലി ദ സെയിം. അതൊരു ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ സ്ത്രീകൾ ഉണ്ടാക്കിയ ഒരു സിനിമ ആയതുകൊണ്ടോ സന്ദീപ് റെഡ്ഡി ഉണ്ടാക്കിയ ഒരു സിനിമ ആയതുകൊണ്ടോ അതിന് വെവ്വേറെ കോണ്ടെക്സ്റ്റുകളൊന്നുമില്ല. ഇത് സ്ത്രീകളുടെ ശരീരം കാണിക്കുന്ന ഒരു സീനായിട്ടോ അല്ലെങ്കിൽ കൺസെൻഷ്വൽ ആയിട്ടുള്ള വൈൽഡായിട്ടുള്ള റോ ആയിട്ടുള്ളൊരു സീനായിട്ടോ മാത്രം നമുക്ക് ഈ രംഗത്ത് കാണാൻ സാധിക്കുകയുമില്ല. നമുക്കിപ്പോൾ ഓൾ വി ഇമാജിനസ് ലൈറ്റിൽ ദിവ്യപ്രഭയുടെ ഒരു ന്യൂഡ് സീനുണ്ട്. ദാറ്റ് ഈസ് സംതിങ്, അതൊരു സ്ത്രീവിരുദ്ധമായ കോണ്ടെക്സ്റ്റിൽ വരുന്നൊരു രംഗമല്ല. എന്നാൽ പോലും ആളുകൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതും ആളുകൾ അതിനകത്തുള്ള ആർട്ടിസ്റ്റിനെ കാണുന്നതൊക്കെ ഒരു ഒബ്ജക്റ്റിഫൈങ് രീതിയിലാണ്. ദാറ്റ് ഈസ് പ്യുവർലി ദ ഓഡിയൻസസ് പ്രോബ്ലം. പക്ഷേ ഈ ടോക്സിക്കിൻ്റെ ടീസർ വരുമ്പോഴത്തേക്കും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഓഡിയൻസിൻ്റെയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള മേക്കിങ്ങിൻ്റെയും ഒരു മിക്സിംഗ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ബോത്ത് ആർ ബ്ലെൻഡിങ്. സോ ദാറ്റ് ഡസ് മോർ ഡാമേജ്. The makers are actually providing what is needed for the male gaze as far as toxic teaser is concerned. ആ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഇവിടെ ഡാമേജ് ഉണ്ടാക്കുന്നത്. അത് ആര് ഡിനൈ ചെയ്തിട്ടും അതിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഗീതു മോഹൻദാസ് ആയാലും ഗീതു മോഹൻദാസിൻ്റെ കൊളീഗ്സ് ആയാലും ഇട്ടിരിക്കുന്ന ആ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈസ് നോട്ട് ആക്ച്വലി വാലിഡ്. ഐ എം നോട്ട് സേയിങ് ദാറ്റ് ഗീതു മോഹൻദാസ് ഈസ് എ ലേഡി സന്ദീപ് വങ്ക റെഡ്ഡി or
ടോക്സിക് എന്ന സിനിമ മുഴുവൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ തന്നെ ആനിമൽ പോലെയും അല്ലെങ്കിൽ അർജുൻ റെഡ്ഡി പോലെയും വെറും എന്താ പറയുക ടീനേജ് പൊളിറ്റിക്കൽ ഷിറ്റുകൾ ഉണ്ടാക്കിയ ഒരു സംവിധായകനെയും മൂത്തോനും ലയസ് ഡൈസും പോലുള്ള സിനിമകൾ ഭയങ്കര പൊളിറ്റിക്കലായിട്ടുള്ള മൂത്തോൻ പോലത്തുള്ള സിനിമ ഉണ്ടാക്കി ഗീതു മോഹൻദാസിനെയും നോട്ട് കമ്പയറിങ്, അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉന്നയിക്കുന്നൊരു വരട്ടുവാദമൊന്നും അല്ല ഇത്. സന്ദീപും ഗീതുവും തമ്മിൽ ആടും ആടലോകവും പോലുള്ള ഒരു വ്യത്യാസം ഉണ്ടെന്നൊക്കെ നല്ലോണം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. ടോക്സിക് സിനിമയായിട്ട് ബന്ധപ്പെട്ട് വന്ന 2 ടീസറുകളിലും ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയെ മാക്സിമം കൺസ്ട്രക്റ്റീവായിട്ട് എനിക്ക് മനസ്സിലായ രീതിയിൽ പറയാൻ ഉദ്ദേശിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. കസബയിലെ രംഗം അന്നും ഇന്നും സ്ത്രീവിരുദ്ധം തന്നെയാണ്. അതിൽ ഇപ്പോഴും മാറ്റമൊന്നുമില്ല. അന്ന് അതിനെ വിമർശിച്ച ഗീതു മോഹൻദാസ് ഇന്ന് ടോക്സിക്കിൻ്റെ ടീസറിൽ മറ്റൊരു രീതിയിൽ ഉള്ള മറ്റൊരു കോണ്ടക്സ്റ്റിലുള്ള സ്ത്രീവിരുദ്ധത അവതരിപ്പിച്ചുകൊണ്ട് മാത്രം കുറേ പേര് അതിനെ കഷ്ടപ്പെട്ട് നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾ കേവലം ഒരു ഫാനിൻ്റെ ബുദ്ധിയിൽ നിന്ന് മാത്രം ചിന്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. ടോക്സിക്കിൻ്റെ ടീസറിലുള്ള രംഗമായാലും കസബയിലെ രംഗമായാലും രണ്ടും 2 രീതിയിലാണ് സ്ത്രീവിരുദ്ധത പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ടോക്സിക്കിനെയും കസബയും പൊക്കിക്കൊണ്ടുവന്ന് അതിനെ കമ്പയർ ചെയ്തിട്ട് ഫെമിനിസത്തെ ആ ആശയത്തെ മുഴുവനായി ഡിസ്മിസ് ചെയ്യാൻ ശ്രമിക്കുന്നവരോട് പോയി പണി നോക്കാനേ പറയാനുള്ളൂ. ഓക്കെ, ബൈ.